Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ നാട്ടിലെ സ്പെഷ്യലായ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് പെരി പെരി ചിക്കൻ കൽത്തപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ചട്ടിപ്പത്തിരിയുടെ സെയിം റേറ്റിൽ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ കൽത്തപ്പത്തിൻ്റേത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ചെറുതായി നുറുക്കി അരിഞ്ഞിട്ട് എടുത്തിട്ട് വരാം. ഇതിനിതാ ഞാൻ നല്ലോണം സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് യോഗട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൈര്, അത് പുളിയുള്ളതോ ഇല്ലാത്തതോ കുഴപ്പമില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂണിന് മേലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കസൂരി മേത്തിയുടെ പൗഡറാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മല്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണിന് മേലെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഗരം മസാലയാണ് കേട്ടോ. ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി. പിന്നെ സോയ സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 2 hours വരെ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷമാണ് ഞാനിതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഈ മാരിനേഷൻ ചെയ്ത ഈ ബോൺലെസ് ചിക്കനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒരുപോലെ വേവിച്ചെടുക്കാം. 2 സൈഡും ഒരേപോലെ വേവ് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കണം. പിന്നെ സവാളയും പച്ചമുളകും വേണം. അതിനെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ആ ടൈമിൽ തന്നെ. അപ്പോഴത്തേന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. നല്ലോണം ഹാർഡായിട്ട് വേവിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ പിന്നെ ഇത് മസാലയിൽ ഇട്ടിട്ടാണ് ഇതിലേക്ക് ഫില്ലിങ്സായി വെച്ച് കൊടുക്കുന്നുള്ളത്. സെയിം ഓയിലിലേക്ക് തന്നെ 3 സവാളയാണ് കേട്ടോ നല്ലോണം ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടൊമാറ്റോവും 3-4 പച്ചമുളകും പിന്നെ കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. അതിനെ നല്ല പോലെ ചെറുതായി അരിഞ്ഞിട്ടാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഇല്ലേ നമ്മൾ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്, അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളകില്ലേ അത് അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 4 പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/2 ടൊമാറ്റോയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മധുരവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ പെപ്പർ പൗഡർ ചേർത്തെടുത്തു. പിന്നെ കൊറിയാണ്ടർ പൗഡർ ചേർത്തെടുത്തു. മുളക് പൊടി ചേർത്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മളവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്.
എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം നമ്മൾക്ക് കൽത്തപ്പത്തിന് മേലെയായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ടൈമിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടിയോ പെപ്പർ പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയിലയാണ് അവസാനം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് മാവ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി 2 കപ്പ് പച്ചരിയാണ് ഞാൻ 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെറിയ ഉള്ളിയിലെ കുഞ്ഞുള്ളി 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഫെന്നൽ സീഡിലെ വലിയ ജീരകം അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മുഴുവൻ അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, മട്ടരിയുടെ ചോറ്. പിന്നെ 1 കപ്പ് തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ദോശക്കൊക്കെ അരച്ചെടുക്കുന്നില്ലേ ആ പാകത്തിനായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല മഷി പോലെ ഒന്നും അരഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല, ഒരു തരി തരി പോലെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വേണ്ടിയിട്ടുള്ളത്. എൻ്റെ അവസാനം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മുഴുവൻ ഒഴിച്ചെടുത്തിട്ടൊന്നുമില്ല, ഇത് തന്നെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് കൺസിസ്റ്റൻസി നല്ലോണമായിട്ട് ആക്കരുത് കേട്ടോ. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ദോശൻ്റെ പരുവ ആക്കരുത്, കുറച്ച് കട്ടി വേണം. നമ്മളിത് തയ്യാറാക്കുന്നുള്ളത് ഒരു കുഞ്ഞ് ഫ്രൈ പാനിലും ഒരു സോസ് പാനിലാണ്. അപ്പോൾ ആദ്യം നല്ലോണം ചൂടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അടിയിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് അടി സൈഡൊക്കെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് സോസ് പാനിലേക്ക് ആദ്യം 2-3 തവി ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതവിടെ അടിയൊന്ന് കറക്റ്റായി വരുന്നത് വരെ അവിടെ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ പാനിലേക്കും ഞാൻ സെയിം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെപ്പോഴും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച ടൈമിൽ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഈ മസാല ഫില്ലിങ്സൊക്കെ നടുവിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല കൂട്ടാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം മസാല ഇതിലേക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിത് മുറിച്ച് കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന ടൈമിൽ നല്ല സ്പൈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് സൈഡിലേക്കൊക്കെ ആദ്യം മാവ് ഒഴിച്ചെടുക്കാം. അതിനുശേഷമാണ് മിഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അങ്ങനെ മൊത്തത്തിലായിട്ടും ഞാൻ ഈ മാവ് എല്ലാ സൈഡിലേക്കായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിൽ പൊരിച്ച് വെച്ചത് അതിനെ ഇന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ മൂടി വെക്കാതെ അപ്പോഴത്തേനും നമ്മൾക്ക് ഇപ്പുറത്തെ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവിൻ്റെ മേലേക്ക് നമ്മൾ ഇത് ഫുള്ളായിട്ടും ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം സൈഡിലേക്കൊക്കെ നമുക്ക് ഈ മാവ് ഒഴിച്ചെടുക്കാം. പിന്നീട് മേലെ ഫുള്ള് കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഫുള്ളായിട്ടും ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്കും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പൊരിച്ച് വെച്ച് നമ്മളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഫില്ലിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ മസാല ഉണ്ടാവില്ലേ അതുകൂടി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മസാല വെച്ചിട്ട് ഒരു 3 കൽത്തപ്പം വരെ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഏറ്റവും വെരി ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് പെർഫെക്റ്റായിട്ട് അടി സൈഡിലൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിഭാഗം കൂടി ഒന്ന് മൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ ഈ സോസ് പാനിൽ വെച്ചതും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി ഡിമോൾഡ് ചെയ്തതിന് ശേഷം. അപ്പോഴത്തേനും നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കൽത്തപ്പവും നമുക്കിവിടെ പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 20 മിനിറ്റ് മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ടും വേവിക്കണം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടാവും ഇത് വെന്ത് കിട്ടുന്നതിനുള്ള പാകം.
ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന ടൈമിൽ. നമ്മൾ നോർമലായിട്ട് കറികളുടെ കൂടെയാണ് ഇത് കഴിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് അതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത് റമദാൻ ടൈമിൽ നമ്മളുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. പിന്നെ നമുക്ക് സെയിൽ ചെയ്യാനും കൂടി പറ്റിയ ഒരു നല്ല വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇത്. എല്ലാ നാട്ടിലും കൽത്തപ്പം എന്ന് പറഞ്ഞാൽ മധുരക്കൽത്തപ്പം ആയിരിക്കും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കൽത്തപ്പം ഇതുപോലെ അല്ലെങ്കിലും നോർമൽ വെറും മാവില്ലേ, ഞാൻ ആദ്യം തയ്യാറാക്കിയ ആ മാവ് വെച്ചിട്ട് മാത്രമായിട്ടാണ് നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കാറുള്ളത്. എന്നിട്ട് അതിൽ ചിക്കൻ കറീൻ്റെ കൂടെയോ അതുപോലെ തന്നെ മട്ടനോ ബീഫോ എന്ത് കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ അത് കഴിക്കാറാണ് പതിവ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.